ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. കുഞ്ഞച്ചിയെയും കുഞ്ഞച്ചിയുടെ ജീവിതത്തെയും രക്ഷിക്കാൻ ഡോക്ടർ എൻ്റെ ഒപ്പം നിൽക്കണമെന്ന് പറയുകയാണ് ശ്യാമ. പക്ഷെ ശ്യാമേ, നീ പറയുന്നത് പോലെ ഒരു പെണ്ണ് കള്ളവിവാഹമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വരുമോ? ഇത് അങ്ങനെ തന്നെയാ ഡോക്ടറെ. ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഡോക്ടർ തന്നെയല്ലേ ഞങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കയ്യിലേക്ക് തന്നത്. അതുകൊണ്ട് ഡോക്ടർ തന്നെ ഇതിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ശ്യാമ. തുടർന്ന് ഡോക്ടർ ശ്യാമയുടെ നിർബന്ധത്തിനൊടുവിൽ എല്ലാത്തിനും സമ്മതം മൂളുന്നു. പിന്നീട് കാണിക്കുന്നത് പുറത്ത് കാത്തു നിൽക്കുന്ന ശാലിനിയെയും ശാരദാമ്മയും രോഹിത്തിനെയും ഭാമയുമാണ്. ഡോക്ടർ പുറത്തേക്ക് വരുമ്പോൾ ശ്യാമയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ഭാമ ചോദിക്കുന്നു. അത് പിന്നെ വിഷത്തിന്റെ ഒന്നും ഇപ്പോ ഒരു കുഴപ്പവുമില്ല. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. ശ്യാമ താഴേക്ക് വീണപ്പോൾ ആ വീഴ്ചയിൽ ശ്യാമയുടെ നെർവസ് സിസ്റ്റത്തിന് ചെറിയൊരു തകരാറ് പോലെയുണ്ട്. ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ശാലിനി ചോദിക്കുമ്പോൾ അവളിപ്പോ കൊച്ചുകുട്ടികളെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. കൊച്ചുകുട്ടികളെപ്പോലെ വാശിയും ദേഷ്യവും ഒക്കെ കാണിക്കുന്നുണ്ടെന്നും ഡോക്ടർ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് ബോധം വന്നപ്പോൾ തൊട്ട് പറയുന്നുണ്ടായിരുന്നു. ഇയാളാണോ എന്ന് ശാലിനിയോട് ചോദിക്കുമ്പോൾ അതേ എന്ന് ശാലിനി പറയുന്നു. ഡോക്ടർ, ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണണം, കാണാൻ സാധിക്കുമോ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ കാണാമെന്നും, പക്ഷേ കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഓർമ്മ വേണം. നിങ്ങളുടെ പഴയ ശ്യാമയല്ല അകത്തുള്ളത്. അതുകൊണ്ട് തന്നെ അവളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒന്നും സംസാരിക്കരുത്. ശാന്തമായി വേണം അവളോട് സംസാരിക്കാൻ എന്ന് പറഞ്ഞ് ഡോക്ടർ അവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു. തുടർന്ന് ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശ്യാമ. കുഞ്ഞേച്ചി ഇനി എന്നെ വിട്ടിട്ട് പോകുമോ എന്ന് ചോദിച്ച് ശ്യാമ കരയുമ്പോ സത്യഭാമ ശ്യാമയുടെ തോളിൽ കൈവയ്ക്കുന്നു. ഇത് കാണുന്ന ശ്യാമ തട്ടിമാറ്റുകയാണ്. രോഹിതും ശാരദാമ്മയും ഒക്കെ ശ്യാമയെ തൊടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും കൈ തട്ടി മാറ്റുകയാണ് ശ്യാമ. കുഞ്ഞേച്ചി ഇനി എന്നെ ഇട്ടിട്ട് പോകുമോ ഇല്ലെന്ന് പറയുന്നൊക്കെ ശ്യാമ പറയുമ്പോ ശ്യാമയുടെ ഭാവമാറ്റം കണ്ട് എല്ലാവരും വിഷമത്തോടെ നിൽക്കുകയാണ്. എന്താ ഡോക്ടർ, എന്താ ഇവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ഭാമ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, അതല്ലേ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്. ബാല്യകാലത്തെ ഏതോ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടതുപോലെ അവളിപ്പോ പെരുമാറുന്നത്. അവിടെയെല്ലാം അവൾക്ക് രക്ഷകയായി വരുന്നത് അവളുടെ കുഞ്ഞേച്ചിയും. എല്ലാ ഓർമ്മകളും അവളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. എന്നാൽ അതിടയ്ക്കിടയ്ക്ക് മങ്ങിപ്പോകുന്ന ഓർമ്മകളാണെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ എന്ത് ചെറിയ കാര്യമായാലും അവളുടെ കുഞ്ഞേച്ചി അവൾക്ക് വേണം. കുഞ്ഞേച്ചിയെ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ അവള് പാനിക്കായെന്നും വരാമെന്ന് ഡോക്ടർ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുകയാണ് സത്യഭാമ. എന്നാ ഇവക്ക് ഇവിടെ തന്നെ ഒരു ഡീലക്സ് റൂം എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ ഭാമ പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, സത്യമേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ശ്യാമയെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോകാം. പക്ഷേ ഇപ്പോൾ അവക്ക് മരുന്നിനേക്കാളും കൂടുതൽ ആവശ്യം അവളുടെ കുഞ്ഞേച്ചിയാണ്. അതും കൂടി ഓർമ്മ വേണമെന്ന് ഡോക്ടർ പറയുമ്പോൾ രോഹിത്തെ, നമുക്കിവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ഭാമ പറയുന്നു. തുടർന്ന് രോഹിത് ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ രോഹിത്തിനെ തള്ളി മാറ്റുകയാണ് ശ്യാമ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവൾക്ക് ഇവളുടെ കുഞ്ഞേച്ചിയാണ് ആവശ്യമെന്ന് ഡോക്ടർ പറയുമ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറയുകയാണ് സത്യഭാമ. അതേസമയം കുഞ്ഞേച്ചി എന്നെ വിട്ടു പോകുമോ എന്ന് ശ്യാമ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. തുടർന്ന് ശ്യാമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശാലിനി പറയുകയാണ്, ഇല്ല മോളെ, കുഞ്ഞേച്ചി മോളെ ഇട്ടിട്ട് എവിടെയും പോകില്ല. ഇത് കേൾക്കുന്ന ശ്യാമയ്ക്ക് സന്തോഷമാകുന്നു. തുടർന്ന് സത്യഭാമ പുറത്തേക്ക് പോവുകയാണ്. മോളെ, വീട്ടിൽ പോകാൻ നോക്കാൻ ശാലിനി പറയുമ്പോൾ കുഞ്ഞേച്ചി വരത്തില്ലെങ്കിൽ ഞാൻ പോകത്തില്ലെന്ന് ശ്യാമ പറയുന്നു. ഇത് കേൾക്കുന്ന ശാരദമ്മ പറയുകയാണ്, മോളെ സത്യം നിന്നെയും കൂടിയാണ് വീട്ടിലേക്ക് കൊണ്ടുചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീയും പോകാൻ നോക്ക്. അതെ ശാലിനി, സത്യമ്മയുടെ മനസ്സ് എനിക്കറിയാം. ശാലിനിയും ഞങ്ങളുടെ ഒപ്പം വരണമെന്ന് രോഹിത്തും പറയുന്നു. കുഞ്ഞേച്ചി വരുമോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ഞാൻ വരാമെന്ന് ശാലിനി പറയുന്നു. ഇത് കേൾക്കുന്ന ശ്യാമയ്ക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് അവരെല്ലാം മുറിയിൽ നിന്നും പോകുമ്പോൾ ഡോക്ടർ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് പുഞ്ചിരിയോടെ നിൽക്കുകയാണ്. തുടർന്ന് ഡോക്ടർ പറയുകയാണ്, 6 വർഷം മുമ്പത്തെ നാടകം നീയും കൂടി അറിഞ്ഞായിരുന്നു ശാലിനി. എന്നാൽ ഇപ്പോഴുള്ളത് നീ പോലും അറിയാതെയാണ്. നീ നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി ഈ ചേച്ചിയും അനിയത്തിയും കൂടി നടത്തുന്ന നാടകം. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. ഭാമയുടെ കാര്യമോർത്ത് ടെൻഷനോടെ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം രോഹിത്തും ഭാമയും വരുമ്പോൾ ശ്യാമയെ കാണാതെ ടെൻഷനോടെ നിൽക്കുകയാണ് എല്ലാവരും. അതിന്റെ പിന്നാലെ തന്നെ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ ശാലിനി അങ്ങോട്ടേക്ക് വരുന്നു. ശാലിനിയും ശാരദാമ്മയും ഒപ്പം ശ്യാമയും ഇറങ്ങുന്നത് കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോൾ കുട്ടികളെപ്പോലെ പെരുമാറുകയാണ് ശ്യാമ. ഇത് കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.